learn about Dr. Ambedkar's life story, which is very important in our school. ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളുമായി പുരാതന കാലം മുതൽക്ക് ബന്ധമുണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അഭിമാന പുളകിതരാണ്. അതുകൊണ്ട് തന്നെ അംബേദ്കറിന്റെ ചിന്തകളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയും ആഗ്രഹവും അവർക്കുണ്ട്. An intellectual knows now who Dr. Ambedkar is. 2007 മുതൽ യൂറോപ്പിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ സ്കൂളുകൾ. കാരണം ഡോക്ടർ അംബേദ്കറിനെ വിശദമായി പഠിപ്പിക്കുന്ന ഏക സ്ഥാപനം അതായിരുന്നു. ഇന്ന് ഏതാണ്ട് യൂറോപ്പിലെ എല്ലാ ബുദ്ധിജീവികളും, പ്രത്യേകിച്ചും ഹംഗറിയിലെ ബുദ്ധിജീവികളും അംബേദ്കറിനെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. Like annihilation of caste and the Buddha and his Dhamma into Hungarian language. ബാബ സാഹേബ് അംബേദ്കറിന്റെ റൈറ്റിംഗ് സ്പീച്ചസും ബുദ്ധ ആൻഡ് ധമ്മയും ഞങ്ങൾ ഹംഗറിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. There are now half Indian, half Hungarian children around us. ഇന്ത്യക്കാരുമായിട്ടുള്ള മിക്സ്ഡ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. പകുതി ഇന്ത്യക്കാരും പകുതി ഹംഗറിയൻകാരുമായ ഒരു തലമുറ ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ അഭിമാനിതരുമാണ്. Thank you for inviting me. It's a great honor. As I speak from Hungary to you, I should tell you that this day, 23rd October, is a national holiday in Hungary. It's a very special day. We remember the revolution of 56. In 56 October, there was a revolution in Hungary for the human rights of the people. വളരെ നന്ദിയുണ്ട് എന്നെ സംസാരിക്കാൻ അവസരം തന്നതിന്. ഇന്ന് 23 ഒക്ടോബർ ഹംഗറിയിൽ ഞങ്ങൾക്കൊരു ദേശീയ ഹോളിഡേ ആണ്. പക്ഷേ 1956 ഒക്ടോബറിലെ ഹംഗറിയിൽ നടന്ന അംബേദ്കർ വിപ്ലവത്തെ ഞങ്ങൾ ഓർക്കുന്നു ഈ സന്ദർഭത്തിൽ. Of course, that the people in Hungary, in Budapest city, in 1956 October, did not know about what happens in Nagpur at the same time. ഹംഗറിയിലെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ 1950 ഒക്ടോബറിൽ ഇവിടെ നാഗ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നില്ല. But as these two revolutions, the Dhammakranti and our Hungarian revolution for human rights, was in the same time, we remember in the same date in our school about the two events, the Hungarian revolution in 56 and the Dhammadiksha in Nagpur in 56 October. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഹംഗറിയിൽ 1954 നടന്ന വിപ്ലവവും ഇന്ത്യയിൽ നാഗ്പൂരിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി ബാബാ സാഹേബ് അംബേദ്കറിന്റെ നടന്ന വിപ്ലവവും ഒരേ സമയത്തായിരുന്നു എന്നത് ഞങ്ങൾ ഓർക്കുന്നു. And this coincidence can help our students to understand the importance of struggling for human rights worldwide, in India, in Hungary, and everywhere. ഈ രണ്ട് വിപ്ലവങ്ങളും ഒരേ സമയത്ത് നടന്നു എന്നുള്ളത് ഞങ്ങളുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെ ഇതിന്റെ സമാനതകളെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്നു. So let I wish you happy days of remembering of Dhammadiksha, and please join us to celebrate our Hungarian revolution from 56 October. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാനായ അംബേദ്കറിന്റെ ധമ്മപ്രവർത്തന ദിനാഘോഷത്തിന്റെ ആശംസകൾ അർപ്പിക്കുകയും അതേസമയം ഹംഗറിയിൽ അതേ വർഷത്തിൽ നടന്ന
വിപ്ലവത്തിലെ ഓർമ്മയ്ക്കായി നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. So I'm the director of Dr. Ambedkar High School, as it was already mentioned. This school is in Miskolc city, Hungary, Europe. ഞാൻ അംബേദ്കർ ഹൈസ്കൂളിന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയാണ്. For us, Baba Saheb is a source of inspiration. His vision of social justice gives us strength to open doors of secondary and higher education for students who come from an oppressed minority. ബാബ സാഹബ് അംബേദ്കറിന്റെ സാമൂഹ്യ നീതിയെ സംബന്ധിച്ച വീക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ആവേശമായിരുന്നു. വിവിധ തലങ്ങളിലുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്. This community is named Roma or Gypsy. ഞങ്ങളുടെ സമുദായത്തിനെ റോമ എന്നും ജിപ്സി എന്നും അറിയപ്പെടുന്നുണ്ട്. Roma is the own name of the people. They call a man Rom and a woman Romi. റോമ സമുദായത്തിലെ പുരുഷന്മാരെ റോം എന്നും സ്ത്രീകളെ റോമി എന്നുമാണ് വിളിക്കാറ്. And Gypsy is a European name of the same ethnic group. Gypsy comes the word Egypt, because when they arrived first to Europe, the first gypsies, people thought that they came from Egypt. ഈജിപ്തിൽ നിന്ന് വന്ന ഒരു വംശീയ വിഭാഗമാണ് ജിപ്സികൾ. ജിപ്സികൾ എന്നും റോമക്കാരെ വിളിക്കാറുണ്ട്. But they didn't come from Egypt. They came from India. യഥാർത്ഥത്തിൽ അവർ ഈജിപ്തിൽ നിന്നല്ല വന്നത്, ഇന്ത്യയിൽ നിന്നാണ് വന്നത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. So our students are proud to be related to India, to belong somehow to the Indian people, and they are happy to learn about Dr. Ambedkar's life story, which is very important in our school. ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളുമായി പുരാതന കാലം മുതൽക്ക് ബന്ധമുണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അഭിമാന പുളകിതരാണ്. അതുകൊണ്ട് തന്നെ അംബേദ്കറിന്റെ ചിന്തകളെ സംബന്ധിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയും ആഗ്രഹവും അവർക്കുണ്ട്. From the life story of Dr. Ambedkar, our students can realize that one can choose a better life, one can overcome suffering, discrimination, and ignorance. എല്ലാവർക്കും അജ്ഞതയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറാൻ അംബേദ്കർ കാണിച്ചു തന്ന മാർഗങ്ങൾ സഹായകമാകും എന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു. So our students learn about the great Baba Saheb, and they learn that he is the greatest Indian for 100 millions in India, as he is the architect of the world's most populated democracy, and he converted millions to the Buddhist religion. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ലോകത്തിലെ മഹത്തായ മഹാന്മാരിൽ ഒരാളായി അംബേദ്കറിനെ കരുതുകയും അദ്ദേഹത്തിന്റെ മതപരിവർത്തനവും അദ്ദേഹത്തിന്റെ ചിന്തകളും പഠിക്കുകയും ചെയ്യുന്നു. However, Dr. Ambedkar is almost unknown amongst international public opinion, which is a great pity. എന്നാൽ അന്തർദേശീയ രംഗങ്ങളിൽ വേണ്ടത്ര ഡോക്ടർ അംബേദ്കറിന്റെ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നില്ല ഹംഗറിയിൽ. The name of Dr. Ambedkar is hardly mentioned in European university textbooks. He does not receive any coverage in European or American high school manuals. യൂറോപ്പിലെയോ
അമേരിക്കയിലോ സ്കൂൾ പഠന വിഷയങ്ങളിൽ ഡോക്ടർ അംബേദ്കറിന്റെ ചിന്തകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. When I was university student, I watched a film of Richard Attenborough about Gandhiji. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് ഞാൻ കേട്ടിരുന്നു, പക്ഷേ അംബേദ്കറിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാഠ്യവിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. I was fascinated because of the story of Gandhi, but in that film there was not even a word about Dr. Ambedkar. ഗാന്ധിജിയുടെ ചരിത്രവും പ്രവർത്തനങ്ങളും ധരിച്ച് ഞങ്ങൾ ആകർഷിച്ചുവെങ്കിലും അംബേദ്കറിനെ സംബന്ധിച്ച് ഒരു വാചകം പോലും ഞങ്ങൾക്ക് സ്കൂളിൽ പഠന വിഷയമായിട്ടുണ്ടായിരുന്നില്ല. So I was a typical university student of Europe. I didn't know anything about Dr. Ambedkar when I was a university student, even from such a great film, Richard Attenborough's Gandhi movie. ഒരു യൂറോപ്യൻ സർവകലാശാലയിൽ നിന്ന് ബിരുദമെടുത്ത എനിക്ക് അംബേദ്കറിനെ പറ്റി ഒന്നും അറിയാമായിരുന്നില്ല എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. I could have my first information about Dr. Ambedkar in the book of Christophe Jaffrelot. He is a French scholar who wrote a very, very good book on Dr. Ambedkar's life. ഡോക്ടർ അംബേദ്കറിന്റെ ജീവിതത്തെ സംബന്ധിച്ച ഫ്രഞ്ചുകാരനായ സാപ്പോ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ആദ്യമായി ഞാൻ ഡോക്ടർ അംബേദ്കറിനെ മനസ്സിലാക്കുന്നത്. So Christophe Jaffrelot informed me and many other people about the importance of Dr. Ambedkar, not only in the Indian history but in world history. ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും എത്രമാത്രം പ്രസക്തമാണ്, പ്രധാനമാണ് ബാബാ സാഹിബിന്റെ ചിന്തകൾ എന്ന് എനിക്ക് മനസ്സിലായത് ഈ പുസ്തകത്തിൽ നിന്നാണ്. We named our high school after Dr. Ambedkar in 2007. 2007 ഞങ്ങൾ ഡോക്ടർ ബാബാ സാഹിബിന്റെ പേരിലുള്ള സ്കൂള് ആരംഭിച്ചത്. So from that time, Hungary has become an exceptional place in Europe because Dr. Ambedkar High School is well known in the Hungarian press, and the average Hungarian intellectual knows now who Dr. Ambedkar is. 2007 മുതൽ യൂറോപ്പിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ സ്കൂളുകൾ. കാരണം ഡോക്ടർ അംബേദ്കറിനെ വിശദമായി പഠിപ്പിക്കുന്ന ഏക സ്ഥാപനം അതായിരുന്നു. ഇന്ന് ഏതാണ്ട് യൂറോപ്പിലെ എല്ലാ ബുദ്ധിജീവികളും, പ്രത്യേകിച്ചും ഹംഗറിയിലെ ബുദ്ധിജീവികളും അംബേദ്കറിനെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. Thanks to this school, to our school in the city of Miskolc, there are now many people in Hungary who know about Dr. Ambedkar's work and importance in mankind's history. ഇന്ന് ഞങ്ങളുടെ മുഖ്യ വ്യവഹാരങ്ങളിൽ മിഷ്കോട്ട് സ്കൂളിന്റെ പ്രവർത്തനം കൊണ്ട്, അംബേദ്കർ സ്കൂളിന്റെ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് എല്ലാവർക്കും അംബേദ്കറിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചിന്തകളെ സംബന്ധിച്ചും അറിയാം. The education of ethnic Roma youngsters is a hot topic in the country, and the Dr. Ambedkar High School in Miskolc is a top institute for the secondary studies of young Roma people. യുവാക്കളായ റോമക്കാർക്ക് ഡോക്ടർ അംബേദ്കറിനെ പഠിക്കുക എന്നുള്ളത് അവരുടെ വിദ്യാഭ്യാസം തന്നെ ഒരു പ്രധാന പ്രശ്നമാണ്. ഡോക്ടർ അംബേദ്കറിനെ പഠിക്കുക എന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. So in the Hungarian public sphere, the name of Dr. Ambedkar is associated with the education of Roma Gypsy students. റോമക്കാരുടെയും ജിപ്സികളുടെയും വിദ്യാഭ്യാസവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് അംബേദ്കറിന്റെ ചിന്തകളും പ്രയോഗവും. So what is making Dr. Ambedkar more and more important in Hungary? ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ സമൂഹത്ത് എന്താണ് ഡോക്ടർ അംബേദ്കറിനെ പ്രസക്തമാക്കുന്നത്, പ്രാധാന്യമുള്ളതാക്കുന്നത്? There should be something in the Hungarian social realities
which makes people interested in the thoughts of Baba Saheb. ഹംഗേറിയൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ അംബേദ്കറിനെ പ്രസക്തമാക്കുന്ന എന്തെങ്കിലും കാരണമുണ്ടാവണമല്ലോ. Hungarian society was an egalitarian communist dictatorship under Russian rule between 1950 and 1990. 1950 മുതൽ 1990 വരെ റഷ്യക്കാരുടെ ഏകാധിപത്യത്തിന് കീഴിലായിരുന്നു ഞങ്ങളുടെ രാജ്യം. This look at the recent history of my country is important to understand why our questions, our Buddhist vision of social justice became important. Because until 1990, it was an egalitarian communist society without rich people and without very poor people. There were no big differences between the different social groups in the Hungarian society. റഷ്യയുടെ ആധിപത്യത്തിന് മുമ്പ് ഞങ്ങൾ വളരെ ഈഗാലിറ്റേറിയനായ ഒരു സമൂഹമായിരുന്നു. വംശീയമായ വ്യത്യാസങ്ങളോ വിവേചനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചരിത്രം അറിഞ്ഞാലാണ് എന്തുകൊണ്ടാണ് അംബേദ്കറിന്റെ ചിന്തകൾ ഞങ്ങളുടെ രാജ്യത്ത് പ്രസക്തമാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. Until 1990, it was a country like North Korea, for example, or China also was some kind of communist dictatorship for many decades. No rich people, no very poor people, almost equally. The people were almost equal. ചൈനയോ നോർത്ത് കൊറിയയോ പോലെ ആ കാര്യമായ സാമ്പത്തികമായ അസമത്വമില്ലാത്ത ഏതാണ്ട് എല്ലാവരും ഒരേപോലെ ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഹംഗറി, റഷ്യ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ്. Official policy insisted on equality. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കടന്നാക്രമണങ്ങളാണ് ഞങ്ങളിൽ അസമത്വം ഉണ്ടാക്കിയത്. For example, when I was a child, people were not allowed to buy expensive cars, big houses, and so on. As a way to maintain equality in the Hungarian society. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വില കൂടിയ കാറുകളോ വില കൂടിയ വീടുകളോ വെക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. After the collapse of the communist system in 1990, social differences grew quickly over the last 30 years. കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് ശേഷം സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള വിഭാഗീയതകളും അന്തരവും വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത് 1990 ശേഷം. So now if you come to Hungary, you can see nice cars, big houses, very rich people, and on the other side of the street, homeless people without anything and starving. ഇന്ന് നിങ്ങൾ ഹംഗറിയിൽ വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിലുള്ള അന്തരം മനസ്സിലാകാം. വളരെ വളരെ ധനികന്മാരായ ആളുകൾ, വലിയ വലിയ വിലപിടിപ്പുള്ള കാറുകളും വീടുകളും ഉള്ളവരും വളരെ പട്ടിണിക്കാരായ ആളുകളുമുള്ള അത്രയും വലിയ അന്തരം ഇന്ന് നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാം. And this change were very quick. It shocked society to have very rich people and very poor people in the same cities, in the same country. വളരെ പെട്ടെന്നുണ്ടായ ഈ മാറ്റം ജനങ്ങളെ ആകെ ഭയചകിതരാക്കിയിട്ടുണ്ട്, ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഒരേ സിറ്റിയിൽ തന്നെ വലിയ പണക്കാരും പാവപ്പെട്ടവരും ഒരേ സമയത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥ. There is no mechanism for alleviate the problems of very poor people. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിപാടിയും അവിടെ ഇല്ല. Some social and ethnic groups have become segregated, a bit like castes in India
in 100 years ago. ഏതാണ്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ജാതി സമ്പ്രദായത്തെ പോലെ വംശീയതയുടെ പേരിൽ അവിടെ വിവേചനവും ചൂഷണവും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. There is no mechanism for reservation or quotas to help the downtrodden access quality education or to fight discrimination in housing or labor or education. വിദ്യാഭ്യാസത്തിലോ സമൂഹത്തിലോ വിവേചനത്തിൽ നിന്ന് കരകയറാനോ വിവേചനം അവസാനിപ്പിക്കാനോ ചൂഷണം അവസാനിപ്പിക്കാനോ പാവപ്പെട്ടവരെ ചൂഷണത്തിൽ രക്ഷിക്കാനോ ഒരു വ്യവസ്ഥയും ഒരു പരിപാടിയും ഇപ്പോൾ നിലവിലില്ല. Roma minority, the largest ethnic group that faces discrimination in Eastern European countries, not only in Hungary, but also in Slovakia, in Romania, in Bulgaria. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ സ്ലോവാക്യ, റുമേനിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്ന ന്യൂനപക്ഷമാണ് റോമാക്കാർ. Roma communities exist across Europe, though they are mostly concentrated in southeastern Europe. തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. Yes. Ajayan, mute them, please. Sorry, Tibor, and sorry, Dasan Mash. I will mute them. Yeah. Can I continue? You can continue. Yeah, please. Sorry. Yes. In Hungary, there are approximately 700,000 Roma people. In Indian terms, we could say there are 7 lakhs of Roma living in Hungary. ഹംഗറിയിൽ ഇന്ന് ഏതാണ്ട് 7 ലക്ഷത്തോളം റോമ വംശജർ ജീവിക്കുന്നുണ്ട്. The total population of Hungary is 10 million. 10 മില്യനാണ് ആകെയുള്ള ജനസംഖ്യ. So 700,000 is 7% of the Hungarian population. 7% ഹംഗേറിയൻ ജനസംഖ്യയുടെ റോമാക്കാർ ഉള്ളത്. Blue is the Hungarian majority and orange is the 7% of Gypsy minority, Roma minority. ഓറഞ്ച് നിറത്തിൽ കാണിച്ചത് ജിപ്സി മൈനോറിറ്റിയും ബ്ലൂ നീല നിറത്തിൽ കാണിച്ചത് മറ്റുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുമാണ്. The ratio of Roma inhabitants is even higher in Slovakia, Romania, and Bulgaria. 10%. സ്ലോവാക്യയിലും റുമാനിയയിലും ബൾഗേറിയയിലും ഞങ്ങളെക്കാൾ കൂടുതൽ ശതമാനം റോമൻസ് ഉണ്ട്. And in other countries like Czech Republic, Serbia, or Greece, it is lower, 3% around. എന്നാൽ ഗ്രീസ്, സെർബിയ തുടങ്ങിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഞങ്ങളെക്കാൾ കുറവാണ്, 3%. Now, the ancestors of Roma ethnic group came from India. Therefore, the skin color of Roma people is darker than the color of the local majority. ഒരുപക്ഷെ ജനിതകമായി സൗത്ത് ഇന്ത്യയുമായുള്ള ബന്ധം കൊണ്ടാവാം ഞങ്ങളുടെ ജനങ്ങളുടെ ശരീരത്തിന്റെ നിറം ഏതാണ്ട് കറുപ്പാണ്. I sent a photo to our organizers about young Roma boy and non-Roma boy together. If you can show that photo, it would be good to understand the difference is visible between Roma kids and non-Roma kids. റോമക്കാരായ കുട്ടികളെയും അല്ലാത്തവരെയും തമ്മിലുള്ള ചിത്രം ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ നിറത്തിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. So if you find this photo, it would be good to show now. Okay, please. ഇപ്പോൾ ഞാൻ കാണിക്കാം ആ വ്യത്യാസം. Sorry, Tibor, I could not download any pictures. So I checked the website, but I could not find it or anything. In this case, you can
you can imagine an Indian man and the European man. Because you white Yeah. Indian. കണ്ടില്ലെങ്കിലും വ്യത്യാസമില്ല. നിങ്ങളൊരു സൗത്ത് ഇന്ത്യക്കാരനായ കേരളക്കാരനെയോ തമിഴ്നാട്ടിലെ ഒരാളുടെ നിറവും ഒരു യൂറോപ്യനായ വെള്ളക്കാരന്റെ നിറവും മനസ്സിൽ കണ്ടാൽ മതി. So this is the difference in skin color between Roma minority and Hungarian majority. റോമൻ ന്യൂനപക്ഷവും ഹംഗേറിയൻ ഭൂരിപക്ഷവും തമ്മിലുള്ള നിറത്തിലുള്ള ശരീരത്തിന്റെ നിറത്തിലുള്ള വ്യത്യാസം ആദ്യത്തത് കറുത്തതും രണ്ടാമത്തത് വെളുത്തതുമാണെന്നാണ്. And as the difference is visible, it makes the racial discrimination against Roma people very easy. നിറത്തിലുള്ള വ്യത്യാസം വളരെ പ്രകടമായതുകൊണ്ട് തന്നെ വംശീയ വിവേചനം വളരെ വ്യക്തമായി കാണാവുന്നതാണ്, പ്രകടമാണ്. Therefore, Roma people can become second-class citizens easily in the labor market, in the healthcare system, in schools, and so on. തൊഴിലിടങ്ങളിലും സ്കൂളുകളിലും ആരോഗ്യ പരിപാലന രംഗങ്ങളിലും നിറം കറുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളെ തിരിച്ചറിയാനും ഞങ്ങളെ വിവേചനത്തിന് ഇരയാവുകയും ചെയ്യുന്നുണ്ട്. The Roma population lives mainly in rural areas of the country, often in the segregated peripheries of towns and villages. റോമ ജനങ്ങൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലെ അരികുകളിലും പ്രാന്തപ്രദേശങ്ങളിലുമാണ് ജീവിക്കുന്നത്. Many young Roma children live in residential segregation and they grow up in educational segregation. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജീവിക്കുന്ന ഇടങ്ങളിലും വേർതിരിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം യുവ റോമാക്കാരും ഇപ്പോൾ ജീവിക്കുന്നത്. In schools where the majority of students is Roma, the educational segregation begins in local kindergartens and elementary schools, where the quality of education is always limited. ചെറിയ ക്ലാസ്സുകളിൽ പോലും, നഴ്സറി ക്ലാസ്സുകളിൽ പോലും ഭൂരിപക്ഷം റോമക്കാരുള്ള സമയത്ത് ഇത്തരം വിവേചനം പ്രകടമാണ്. Yes, it's a very good picture showing the miserable peripheries of villages. Yes. പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന റോമക്കാരുടെ ഒരു ചിത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. So the parents of non-Roma students quickly decide to take their children out of these schools where Roma kids are in majority. This phenomenon is called white flight because the white people fly away from these schools. റോമ കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ വെളുത്ത കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. Roma children cannot leave these schools due to financial reasons or racial discrimination. വെള്ളക്കാർക്ക് അവരുടെ കുട്ടികളെ മാറ്റി മറ്റു സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിലും പാവപ്പെട്ട റോമ കുട്ടികൾക്ക് അങ്ങനെ മാറിപ്പോവാനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ അവിടെ തന്നെ പഠിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. These schools become segregated Roma schools. അങ്ങനെ സ്വാഭാവികമായും ഈ സ്കൂളുകൾ കറുത്ത റോമക്കാരുടെ സ്കൂളുകൾ മാത്രമായി മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സ്കൂളുകളായി മാറുന്നു. And these segregated rural elementary schools exist in order to keep Roma kids separated from the majority students. മറ്റ് ഭൂരിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും വേർതിരിക്കപ്പെട്ട് പരസ്പരം ഇടകലരാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് കറുത്ത റോമ കുട്ടികൾ പഠിക്കുന്നത്. It is a second-class education provided for second-class citizens. രണ്ടാം തരം പൗരന്മാരാണ്, രണ്ടാം തരം വിദ്യാഭ്യാസമാണ് അവർക്ക് ഇന്ന് ലഭിക്കുന്നത്. Roma pupils are not able to continue their studies in average secondary high schools due to lower educational performance. സ്വാഭാവികമായും താഴ്ന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ട് തന്നെ മറ്റു വിദ്യാർത്ഥികളെ പോലെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. Segregated elementary schools do not prepare them to study the science, the arts, or the English language at the secondary level.
ശാസ്ത്ര വിഷയമോ ഇംഗ്ലീഷ് ഭാഷയോ കലാസാഹിത്യങ്ങളോ കാര്യമായി പഠിക്കാൻ എലിമെന്ററി സ്കൂളുകളിൽ അവർക്ക് സാധിക്കുന്നില്ല, അവരെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിന് മറ്റുള്ളവരെ പോലെ പോവാൻ അവർക്ക് സാധിക്കുന്നില്ല. At the age of 14, Roma pupils are sent to vocational schools where English, art and science are not taught at all. 14 വയസ്സ് കഴിയുമ്പോഴത്തേക്കും റോമ വിദ്യാർത്ഥികളെ വൊക്കേഷണൽ സാങ്കേതിക പഠനശാലകളിലേക്ക്, നമ്മുടെ IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വിടുന്നു. അവർക്ക് ഇംഗ്ലീഷോ മറ്റ് കലാസാഹിത്യ പഠനങ്ങളോ ഏർപ്പെടാൻ കഴിയുന്നില്ല. Continuing their education in universities are not possible from vocational schools. വൊക്കേഷണൽ സ്കൂളുകളിൽ തൊഴിൽ അഭ്യസിപ്പിക്കാൻ പറ്റുന്ന ഇത്തരം IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സർവകലാശാലകളിൽ തുടർന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. The Hungarian system of vocational school is a remnant of the communist political and economic regime. അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ റെജിമിന്റെ ഒരു പ്രതീകമാണ് ഞങ്ങളുടെ കുട്ടികളെ ഇത്തരം തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങളിൽ മാത്രം അടക്കി നിർത്തുന്നു എന്നുള്ളത്. That is why vocational schools produce many unemployed youngsters, because modern knowledge is not taught in them. അത്തരം സ്കൂളുകളിൽ പഠിക്കുന്നവരിൽ തന്നെ, പഠിച്ച് പാസ്സാവുന്നവരിൽ തന്നെ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. That is why these schools are not popular among parents and students at all. രക്ഷിതാക്കളെ, മാതാപിതാക്കൾക്കിടയിൽ ഇത്തരം സ്കൂളുകൾ സ്വാഭാവികമായും അത്രയും പ്രചാരമില്ലാതെയോ പ്രാധാന്യമില്ലാതെയോ വരുന്നത് ഇക്കാരണം കൊണ്ടാണ്. This is the reason why the Hungarian government pays scholarships to students in vocational schools in order to fill these schools with helpless poor students. ഇത്തരം സ്കൂളുകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതായതുകൊണ്ട് അവിടെ കുട്ടികൾ സ്വാഭാവികമായി പോവാതിരിക്കുകയും ചെയ്യുന്നത് തടയാനായി ഹംഗേറിയൻ സർക്കാർ സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തുകയാണ് ഇത്തരം സ്കൂളുകളിൽ റോമ വിദ്യാർത്ഥികളെ നിറയ്ക്കാൻ വേണ്ടി. The government does not pay scholarships in standard high schools where science, art and English language is taught. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ഫെലോഷിപ്പ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്തരം സ്കൂളുകളിൽ പഠിക്കാൻ പറ്റാതെ വരുന്നു. The normal high schools do not need more applicants since they are full of white non-Roma students. സ്വാഭാവികമായും അത്തരം സ്കൂളുകളിൽ ഭൂരിപക്ഷവും വെള്ളക്കാരായ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. The result of this system is that the poor kids end up in vocational education because of low academic requirements and abundant scholarships. പാവപ്പെട്ട വിദ്യാർത്ഥികൾ സ്വാഭാവികമായും താഴ്ന്ന നിലവാരമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫെലോഷിപ്പ് കിട്ടുന്നത് കൊണ്ട് സ്വാഭാവികമായും അവിടേക്ക് മാത്രം ആകർഷിക്കപ്പെടുകയും അവിടെ മാത്രം പഠിക്കുകയും ചെയ്യുന്നു. At the end of their studies, many of them become unemployed, but nobody goes to university among them. അവിടെ പഠിച്ചു കഴിയുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിനായി സർവകലാശാലകളിൽ പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു, തൊഴിലില്ലായ്മയായിരിക്കുകയും ചെയ്യുന്നു. The Hungarian government spends a lot of money to maintain a second-class educational system, mainly for Roma kids. ஹங்கேரிய அரசாங்கம் இங்க இருக்கின்ற இரண்டாம் தரம் கொண்ட இந்த பள்ளிகளை தொடர்ந்து நடத்துவதற்கு பல்வேறு பொருளாதார பொருட்செலவு செய்து கொண்டு வருகிறது. Are directed away from secondary and higher education into the dead end of vocational education. எனவே அவர்கள் தொடர்ந்து ரோம மக்களின் பிள்ளைகளை கைத்தொழில் சம்பந்தமான கல்வி கற்பதற்காகவே அவர்கள் ஊக்குவித்துக் கொண்டு வருகிறார்கள். Let's take a look at the educational statistics of Miskolc city. മിഷ്കോൾച്ച് നഗരത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി വിവര കണക്കിലേക്ക് നമുക്ക് നോക്കാം. சார்ந்த புள்ளியல்ல இங்கே பார்ப்போம். Miskolc, the city where we established the Dr. Ambedkar High School, if you look at the district level official educational statistics,
you will understand why we decided to establish a high school there. എന്തുകൊണ്ടാണ് ഞങ്ങൾ അംബേദ്കർ സ്കൂൾ തുടങ്ങേണ്ടി വന്നത് എന്ന് നിങ്ങൾക്ക് ഈ സ്ഥിതിവിവര കണക്ക് നോക്കിയാൽ മനസ്സിലാകും. In order to understand the statistics, data, you have to know that about statistic categories used in Hungary. There are two categories, Roma and disadvantaged. ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള പ്രധാന വിഭാഗങ്ങളെ സംബന്ധിച്ചറിയണം. പ്രധാനമായ 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് റോമാസ്, മറ്റൊന്ന് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ. Roma is an ethnic category and disadvantaged is a social category. ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു സാമൂഹിക വിഭാഗവും മറ്റത് വംശീയ വിഭാഗവുമാണ്. But Roma is not used in statistics. Disadvantaged is used. റോമ എന്നുള്ളത് സ്ഥിതിവിവര കണക്കിൽ കാണിക്കുന്നില്ല. എന്നാൽ ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്, നേട്ടങ്ങൾ ലഭിക്കാത്തവർ എന്നുള്ള വിഭാഗത്തിലാണ് അവരെ പഠിച്ചിരിക്കുന്നത്. It's like the category of Dalit, what is used in our everyday speech, and the category of scheduled class, or OBC, which is mainly used in statistics. ഏതാണ്ട് നമ്മുടെ രാജ്യത്തിലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നും പട്ടികജാതിക്കാരെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ദളിത് എന്ന് പറയുന്നത് പോലെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. So the statistics do not count Roma students, but they do count the students coming from disadvantaged backgrounds. റോമൻ വംശീയതയുടെ പേരിൽ അറിയപ്പെടുന്നില്ല. അവരെ മൊത്തമായി ഡിസഡ്വാൻറ്റേജ് എന്നുള്ള അവികസിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. But this category overlaps more or less with Roma students. ഇത്തരം വിഭാഗങ്ങൾ പലപ്പോഴും ഓവർലാപ്പ് ചെയ്യപ്പെടാറുണ്ട്. കൃത്യമായ വിഭജനം സാധ്യമാവുന്നില്ല. The district of the city of Miskolc is called Borsod County. The proportion of Roma or disadvantaged population is much higher than in national level. It's not 7% than in national level, but 25%. ഞങ്ങളുടെ മിഷ്കോസ് പ്രദേശത്ത് ദേശീയ ആവറേജിനേക്കാൾ ശരാശരിയേക്കാൾ കൂടുതലാണ് ഞങ്ങളുടെ റോമ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. You can see the bigger pie chart. Pie chart is the national level proportion. The smaller one is the Miskolc district level proportion. വലിയ വട്ടത്തിൽ നിങ്ങൾ കാണുന്നത് ദേശീയ ശരാശരിയാണ്. ചെറിയ വട്ടത്തിൽ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് മാത്രമുള്ള ശരാശരിയാണ്. അതാണ് മറ്റതിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. So, as most of the Roma children are in the disadvantaged category, and most of the disadvantaged children are Roma, we can say approximately that a quarter of kids are Roma in the district to which Miskolc city belongs. ഏതാണ്ട് മിഷ്കോട്ട് സിറ്റിയിൽ 25% റോമ വിദ്യാർത്ഥികളാണ്. അവര് ഡിസഡ്വാൻറ്റേജ്ഡ് വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. In vocational education, the proportion of disadvantaged Roma students is disproportionately higher, 30. ഞങ്ങളുടെ പട്ടണത്തിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള റോമ കുട്ടികൾ സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്, 30%. Don't forget, this is a dead end. These students will never go to university. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾ ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസ സർവകലാശാലകളിൽ പോകാൻ പറ്റുന്നില്ല. But let us have a look at standard high schools where science and art and English language are taught. മറ്റു തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വെള്ളക്കാരായ വിദ്യാർത്ഥികൾ കിട്ടുന്ന തരത്തിലുള്ള സയൻസും ഇംഗ്ലീഷ് ലാംഗ്വേജും സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്ന അവസരമായി നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. 0.5%? You can see it's only 3%. The 3% of the kids
of the students are Roma in these normal high schools. സാധാരണ സ്കൂളുകളിൽ നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നവരിൽ വെറും 3% മാത്രമാണ് റോമാക്കാരായ വിദ്യാർത്ഥികൾ ഉള്ളത്. ഈ ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ. You can understand this is a huge difference. 3% in high schools and 30% in vocational schools. വൊക്കേഷണൽ സ്കൂളുകളിൽ 30%, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ നിലവാരമുള്ള സ്കൂളുകളിൽ 3%. ഇത് തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. This means that practically all Roma youngsters are directed toward vocational schooling. പ്രായോഗികമായി നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭൂരിപക്ഷം മുഴുവൻ റോമ വിദ്യാർത്ഥികളും ഈ വൊക്കേഷണൽ സ്കൂളിലേക്ക് ആണ് അനയിക്കപ്പെടുന്നത് എന്നതാണ്. They are practically excluded from proper studies of sciences, arts and English language. ശാസ്ത്ര വിഷയങ്ങളും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ നിന്നും അവർ പുറമ്പോക്കലായി പോകുന്നു, പുറന്തള്ളപ്പെടുന്നു എന്നതാണ് വാസ്തവം. Now this is the reason why we do not find Roma students in Hungarian universities. ഇതുകൊണ്ടാണ് ഹംഗേറിയൻ സർവകലാശാലകളിൽ റോമൻ വിദ്യാർത്ഥികളെ നമ്മൾ കാണാത്തത്. This is also the reason why we don't find educated people in Roma communities. റോമ സമുദായത്തിലെ വിദ്യാസമ്പന്നരായ ആളുകളെ നിങ്ങൾ കാണാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ്. And for us, this was the reason why we decided to establish Dr. Ambedkar High School in Miskolc. ഇതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറിന്റെ നാമധേയത്തിൽ സ്കൂൾ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. We began this work first in 2007 in villages around Miskolc because Roma communities live mainly in rural and Rust Belt environments. These are the small towns where we began that work in 2007. അതുകൊണ്ടാണ് 2007 ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പട്ടണങ്ങളിലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ട പ്രാന്തപ്രദേശങ്ങളിലെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് 2007 ഈ വിദ്യാഭ്യാസ സംരംഭം തുടങ്ങിയത്. And in 2016 we were able to purchase building in Miskolc city, which is a great step for us because Miskolc city provides much more opportunities for our students. 2016 മിഷ്കോൾ സിറ്റിയിൽ ഞങ്ങളുടേതായ ഒരു സ്ഥാപനം സ്ഥാപിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. So we borrowed ideas from Dr. Ambedkar's books and from the practice of his followers in Maharashtra mainly. ഡോക്ടർ അംബേദ്കറിന്റെ പുസ്തകങ്ങളും ചിന്തകളും അതെങ്ങനെ മഹാരാഷ്ട്രയിൽ പ്രായോഗികമാക്കി എന്നതും ഞങ്ങൾക്ക് വഴികാട്ടിയാവുകയുണ്ടായി. The ideology educate, agitate and organize helps us to be more effective. അംബേദ്കറിന്റെ പ്രസക്തമായ വിദ്യ നേടുക, പ്രക്ഷുബ്ധരാവുക, സംഘടിക്കുക എന്ന ആഹ്വാനങ്ങൾ ഞങ്ങളെ പ്രചോദിതരാക്കി. We translated some works of Baba Saheb like Annihilation of Caste and the Buddha and his Dhamma into Hungarian language. ബാബ സാഹേബ് അംബേദ്കറിന്റെ റൈറ്റിംഗ് സ്പീച്ചസും ബുദ്ധ ആൻഡ് ധമ്മയും ഞങ്ങള് ഹംഗേറിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. In 2005 we visited Bahujan Hitai dorms in Pune, Aurangabad, Wardha. പൂനെയിലെയും ഔറംഗാബാദിലെയും വാർധയിലെയും ബഹുജൻ ഹിത വീടുകൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. This experience in Bahujan Hitai boys hostels, girls hostels was a great revelation for us because Roma people in Europe have the same problems as Dalit people in Maharashtra, but Roma people do not have their own institutions.
ബഹുജൻ ഹിതായ സ്കൂളുകൾ ആൺകുട്ടികൾക്കുള്ളതും പെൺകുട്ടികൾക്കുള്ളതും മഹാരാഷ്ട്രയിൽ സന്ദർശിക്കാൻ പറ്റിയത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു അറിവായിരുന്നു. കാരണം ഇതുപോലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. We participated at Dhammacranti Mahashivir in Nagpur in 2006. 2006 നാഗ്പൂരിൽ ധർമ്മകാന്തി ശിബിരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. It was a jumbo retreat, a great retreat with 4,000 people, and we could meet the great dimensions of Ambedkarite movement in Nagpur. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. 4,000, 5,000, 10,000 ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഗംഭീരമായ ഒരു ശിബിരത്തിൽ പങ്കെടുത്തത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവമായിരുന്നു. After we went home to Hungary and we founded Jaivim Buddhist Network in Hungary in 2007, and Dr. Ambedkar also in 2007. 2006 ഞങ്ങളുടെ നേരിട്ട അനുഭവത്തിന് ശേഷം അടുത്ത വർഷം തന്നെ ഞങ്ങൾ അവിടെ ജൈവീം സംഘടന ഉണ്ടാക്കുകയും പ്രവർത്തനങ്ങൾ ശക്തിയായി നടത്തുകയും ചെയ്തു. We could do it because we are following the example of Dr. Ambedkar and Ambedkarite people in Maharashtra. ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയത് ഡോക്ടർ അംബേദ്കറിന്റെ ധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്ന മഹാരാഷ്ട്രയിലെ ദളിത് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഈ പാഠങ്ങൾ പഠിച്ചത്. Not only we went to India, but we have received Indian volunteers in Hungary also. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോവുക മാത്രമല്ല, ഇന്ത്യയിലെ വളണ്ടിയർമാരെ ഞങ്ങൾ ഹംഗറിയിലേക്ക് ക്ഷണിക്കുകയും അവർ വരികയും ഉണ്ടായി. Ashwin Jangam, Pardeep Singh Atri, Bharat Wankade, Sajjan Panwar, Sumit Pawar, Swati Kamble, and university professors like Dhammachari Manidamma, Maitrivir Nagarjun, Santosh Raut, Vinod Sartape. They offered us a significant amount of help over the years. മഹാരാഷ്ട്രയിലെ ദളിത് പ്രവർത്തകരും പ്രസ്ഥാനത്തിന്റെ നായകന്മാരുമായിരുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരടക്കം ഒരുപാട് പേർ പലതരത്തിലും ഞങ്ങളെ സഹായിക്കുകയും നേരിട്ട് വന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. I speak about young men and women. Of course, there are already marriages and children, half Indian, half Hungarian already. അവിടുത്തെ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ പരസ്പരം വംശീയമായ മിക്സ്ഡ് സംക്രമണം നടക്കുന്ന വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഹാഫ് ഹംഗേറിയൻ ആണ്, ഹാഫ് അവനാണ്. We are very proud of these marriages as well. ഇങ്ങനെ നടക്കുന്ന സങ്കര വിവാഹങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു. Because there are now half Indian, half Hungarian children around us. ഇന്ത്യക്കാരുമായിട്ടുള്ള മിക്സ്ഡ് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. പകുതി ഇന്ത്യക്കാരും പകുതി ഹംഗേറിയൻകാരുമായ ഒരു തലമുറ ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ അഭിമാനിതരുമാണ്. Indian ambassadors in Budapest, like Malay Mishra, His Excellency Malay Mishra, and Rahul Chabra, bestowed upon us Dr. Ambedkar statue in 2016. 2016 ബുഡാപെസ്റ്റിലെ ഇന്ത്യൻ അംബാസഡർ ഞങ്ങൾക്ക് വലിയൊരു സ്റ്റാച്യു നൽകുകയുണ്ടായി അംബേദ്കറിന്റെ. This Dr. Ambedkar statue bust came from the Indian government, which is a great for us. That the Indian government is taking account of our work. ഇന്ത്യൻ ഗവൺമെന്റിന്റെ വകയായി ഹൈക്കമ്മീഷണറിലൂടെ മഹാനായ ഡോക്ടർ അംബേദ്കറിന്റെ പ്രതിമ ഞങ്ങൾക്ക് സമ്മാനിക്കുകയുണ്ടായി. Salma Ansari, the spouse of the Vice President of India, Hamid Ansari, received our students at the Indian Embassy of Budapest and gave us a generous donation in 2016 as well. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അവിടെ ഒരു ചടങ്ങിൽ വന്നപ്പോൾ ബുഡാപെസ്റ്റിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു വലിയ സംഖ്യ
സംഭാവനയായി തരികയുണ്ടായി. So maybe it's enough to say at once about our work and inspiration and Buddhist vision for social justice. If you have any questions, I'm open to it. ഇത്രയുമാണ് ഞങ്ങൾക്ക് ഡോക്ടർ അംബേദ്കറിന്റെ സന്ദേശത്തിൽ നിന്ന് പ്രചോദനം കിട്ടിയതിൻ്റെയും അത് പ്രായോഗികമായതിനെ സംബന്ധിച്ച് ചുരുക്കി എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം.